രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. രാമന്റെ സാത്വിക ബുദ്ധിയുടെ ആ പരമമായിരിക്കുന്ന ഔത്കൃഷ്ട്യം അതെല്ലാം നമുക്ക് ഈ വാക്കുകളിൽ കാണാം. തന്നെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച, അതും തെറ്റായ മാർഗത്തിലൂടെ, അധർമ്മത്തിന്റെ മാർഗത്തിലൂടെ കൊണ്ടെത്തിച്ച കൈകേയിയോട് പോലും യാതൊരു വിരോധവും രാമനില്ല. കൈകേയിയുടെ ഈ വരാൻ പോകുന്ന 14 വർഷക്കാലത്തിലെ ജീവിതത്തിൽ കൈകേയിക്ക് വേണ്ടുന്നതെല്ലാം നൽകേണ്ടത് ദശരഥനാണ്. അദ്ദേഹം അതെല്ലാം നൽകുന്നത് സുമന്ത്രരിലൂടെയാണ്. ആജ്ഞകൾ സുമന്ത്രർക്കും കൈകേയി ആവശ്യപ്പെട്ടത് സുമന്ത്രർ നടപ്പിലാക്കി കൊടുക്കും. അതിനുപോലും തടസ്സം വരരുത് എന്ന് രാമൻ വളരെയേറെ നിർബന്ധ ബുദ്ധിയോടുകൂടിയിട്ട് ചിന്തിക്കുന്നു. അത് സുമന്ത്രരോട് വളരെയേറെ ആജ്ഞാസ്വരം തന്നെ, യഥാർത്ഥത്തിൽ സുമന്ത്രർ തന്നെക്കാളും വളരെയേറെ പ്രായമുള്ളയാളായതുകൊണ്ട് ആജ്ഞാപിക്കുന്നില്ലെങ്കിലും ആ ആജ്ഞയ്ക്ക് തുല്യമായ സമ്പ്രദായത്തിൽ അത്ര കണ്ട് ദൃഢമായി തന്നെ സുമന്ത്രരോട്, സ്നേഹമസൃണമായ ആജ്ഞ സുമന്ത്രരോട് രാമൻ പറയുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ഹൃദയം എത്ര കണ്ട് വിശുദ്ധമാണ് സിംഹാസന ത്യാഗത്തിലും എന്നതിന്റെ തെളിവുകളിൽ വേറൊരാളാണെങ്കിലോ ഇപ്പോൾ കൈകേയി എന്ത് പറഞ്ഞു കഴിഞ്ഞാലോ നടപ്പിലാക്കി കൊടുക്കരുത്, അതെല്ലാം തകർത്ത് കളയണം എന്നായിരിക്കും പറഞ്ഞയക്കുക. ഇവിടെ കൈകേയിയുടെ ആഗ്രഹങ്ങൾ രാജാവ് നിറവേറ്റാൻ പറഞ്ഞാൽ ഒരു എതിർപ്പും കൂടാതെ ഭംഗിയായി നിർവഹിച്ചിരിക്കണം എന്ന് നിർബന്ധിക്കുന്ന രാമൻ. എന്നിട്ട് മഹാരാജാവിനോട്, അല്ലയോ സുമന്ത്ര, എന്റെ വാക്കായിട്ട്, എന്റെ സന്ദേശമായിട്ട് ഇത്രയും പറയുക. അദൃഷ്ട ദുഃഖം രാജാനം വൃദ്ധം ആര്യം ജിതേന്ദ്രിയം. ഇതിനു മുമ്പ് ദുഃഖം അനുഭവിച്ചിട്ടില്ലാത്ത ആളാണ് ദശരഥൻ. ഇപ്പോഴിതാ വലിയ ദുഃഖത്തിൽപ്പെട്ടു പോയിരിക്കുന്നു. അദ്ദേഹം വൃദ്ധനാണ്. ശാരീരികമായും മാനസികമായും വിഷമതകളെ സഹിക്കാനുള്ള ശേഷി ഇപ്പോൾ നന്നേ കുറവാണ്. അദ്ദേഹം അങ്ങേറ്റ സാത്വികമായ മനസ്സോടുകൂടിയ ആളാണ്. അതാണ് ആര്യനായിട്ടുള്ള ആളാണ്. സാത്വികമായ ശുദ്ധമായ മനസ്സോടുകൂടിയ ആളാണ് അദ്ദേഹം. ജിതേന്ദ്രിയം, ഇന്ദ്രിയങ്ങളെല്ലാം ജയിച്ചവനാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം തുടങ്ങിയതായ അന്തരേന്ദ്രിയങ്ങളും അതേപോലെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നുള്ളതായ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിന് കീഴിൽ തന്നെയാണ്. അങ്ങനെയുള്ള ജിതേന്ദ്രിയനായിരിക്കുന്ന രാജാവിനോട്, എന്റെ അച്ഛനോട് അങ്ങ് എന്റെ സന്ദേശം ഇങ്ങനെ അറിയിക്കുക. ബ്രൂയാത്വം അഭിവാദ്യൈവ മമ ഹേതോരിതം വച. എന്റെ ഈ വാക്കിനെ എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട്, അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് അങ്ങ് ഈ പ്രകാരം അദ്ദേഹത്തോട് പറയുക. അദ്ദേഹത്തിന് ധൈര്യം പകരണം. എന്റെ മാനസികാവസ്ഥ അല്പം പോലും ദുഃഖമുള്ളതല്ല. ഞാൻ ആനന്ദിക്കുകയാണ് ഇവിടെ വനത്തിലും. അയോധ്യയിൽ എങ്ങനെ ഞാൻ ആനന്ദിച്ചു അതുപോലെ തന്നെ ആനന്ദിക്കുകയാണ് ഇവിടെയും. അത് അദ്ദേഹത്തിന് ഉറപ്പു കൊടുക്കണം. അതുകൊണ്ട് എന്റെ വാക്കായിട്ട് ഇങ്ങനെ പറയുക. നചാഹം അനുശോചാമി ലക്ഷ്മണോ നച ശോചതി അയോധ്യായ സ്തുതശ്ചേതി വനേ വത്സ്യാമഹേതി വാ. അല്ലയോ രാജാവേ, ഞാൻ ഇതാ അയോധ്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ദുഃഖിക്കുന്നില്ല. അതേപോലെ തന്നെ വനത്തിൽ ഞാനിപ്പോ വസിക്കുകയാണ് എന്ന് വിചാരിച്ച് ദുഃഖിക്കുന്നില്ല. എനിക്ക് യാതൊരു പ്രകാരത്തിലും മാനസികമായിട്ടുള്ള അനിഷ്ടം, ദുഃഖം, തളർച്ച, നഷ്ടബോധം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതേപോലെ
ലക്ഷ്മണനും യാതൊരു പ്രകാരത്തിലുമുള്ള ദുഃഖം ഉണ്ടായിട്ടില്ല എന്നറിയണം. ഇത് എന്റെ വാക്കായിട്ട് അല്ലയോ സുമന്ത്രരെ അച്ഛനെ അറിയിക്കുക, അച്ഛനെ സമാധാനിപ്പിക്കുക. ചതുർദശസു വർഷേഷു നിവൃത്തേഷു പുനഃ പുനഃ 14 വർഷങ്ങൾ പരിപൂർണമായി തീരുമ്പോഴേക്കും ലക്ഷ്മണം മാം ച സീതാം ച ദ്രക്ഷ്യസേ ശീഘ്രമാകതാൻ. ഞാനും ലക്ഷ്മണനും സീതയും വളരെ വേഗത്തിൽ അങ്ങയെ നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങയുടെ മുന്നിൽ ഓടിയെത്തിയതായിട്ട് അങ്ങയ്ക്ക് നേരിട്ട് കാണുവാനായി സാധിക്കും. ഞങ്ങളവിടെ എത്തിച്ചേരും, അങ്ങയെ നമസ്കരിക്കും. അതുകൊണ്ടല്ലയോ മഹാരാജാവേ അങ്ങ് സന്തോഷമായിരിക്കുക. സീതാദേവിയും ദേവിയുടെ വാക്കായിട്ട് മഹാരാജാവിനെ അറിയിക്കാൻ ഇതേ സന്ദേശം നൽകിയിരിക്കുന്നു എന്ന് അങ്ങ് മഹാരാജാവിനോട് പറഞ്ഞു കേൾപ്പിക്കുക. ദേവിക്ക് കാട്ടിലേക്ക് വന്നു എന്ന് കരുതി യാതൊരു ദുഃഖവുമില്ല, കാനനത്തിൽ വസിക്കുകയാണ് എന്നുള്ള വിചാരവുമില്ല. അയോധ്യയില് ഏതൊരു സന്തോഷത്തോടു കൂടിയിട്ടാണോ ദേവി കഴിഞ്ഞിരുന്നത് അതേ പ്രകാരത്തിൽ തന്നെയാണ് ഇവിടെ വസിക്കുന്നത് എന്ന് ദേവി പറഞ്ഞതായിട്ട് അല്ലയോ സുമന്ത്രരെ അങ്ങ് മഹാരാജാവായ ദശരഥനെ അറിയിക്കുക. ഏവമുക്ത്വാതു രാജാനം മാതരം ച സുമന്ത്രമേ. മഹാരാജാവിനോട് ഇങ്ങനെ പറയണം എന്ന് മാത്രമല്ല, അതേപോലെ എന്റെ അമ്മമാരോടും ഇങ്ങനെ പറയണം. അതേപോലെ ആ കൊട്ടാരത്തിലുള്ള എല്ലാ അന്തഃപുരത്തിലുള്ള എല്ലാ അമ്മമാരോടും ഇതേ പ്രകാരത്തിൽ പറയുക എന്ന് മാത്രമല്ല, കൈകയും ച പുനഃ പുനഃ. കൈകയോടും വീണ്ടും വീണ്ടും ഇക്കാര്യം പറയുക. ഞാനിവിടെ സുഖിയായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. അതുകൊണ്ട് അമ്മ ക്ലേശിക്കരുത്, ഞാൻ പിരിഞ്ഞ കാനനത്തിലേക്ക് വന്നു എന്ന് കരുതി അമ്മ ദുഃഖിക്കരുത് എന്ന് ഞാനും ലക്ഷ്മണനും സീതയും പ്രത്യേകം പറഞ്ഞയച്ചതായിട്ട് കൈകേയി മാതാവിനോടും പറയുക. ഇവിടെയൊക്കെയാണ് രാമന്റെയും സീതയുടെയും മനസ്സിന്റെ ആ വിശുദ്ധത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ സുമന്ത്രരോട് പറഞ്ഞ് സന്ദേശവും ഏൽപ്പിച്ച് സുമന്ത്രരെ അയോധ്യയിലേക്ക് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുമ്പോ സുമന്ത്രര് വളരെയേറെ ദുഃഖിതനായി തീർന്നു. എന്നിട്ട് സുമന്ത്രൻ രാമനോട് പറയാണ്, തവ ശുശ്രൂഷണം മൂർധന കരിഷ്യാമി വനേ വസൻ. അല്ലയോ രാമ, എനിക്ക് അയോധ്യയിലേക്ക് മടങ്ങിപ്പോകാനാവില്ല. ഞാൻ അങ്ങയോടൊപ്പം കാനനത്തിൽ വസിക്കും. കാട്ടിൽ പാർത്തിട്ട് അങ്ങയെ ഞാൻ ശുശ്രൂഷിക്കും എന്നറിഞ്ഞുകൊള്ളുക. അല്ലയോ മഹാരാജാവേ, അങ്ങ് അതിനു വേണ്ടിയിട്ട് എന്നെ അനുവദിച്ചാലും. ഇങ്ങനെ സുമന്ത്രര് രാമനോട് പറയുമ്പോ വീണ്ടും രാമൻ സുമന്ത്രരോട് പറഞ്ഞു, അങ്ങ് അയോധ്യയിലേക്ക് മടങ്ങിപ്പോയേ പറ്റൂ. അവിടെ ചെന്നിട്ട് വളരെയേറെ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞയക്കുന്ന കാര്യങ്ങൾ എല്ലാം അവിടെ അറിയിക്കണം എന്ന് മാത്രമല്ല എല്ലാം അവിടെ നിർവഹിക്കുകയും വേണം. ആരോഗ്യം ബ്രൂഹി കൗസല്യം അഥ പദാഭിവന്ദനം. കൗസല്യയുടെ അടുത്ത് ചെന്നിട്ട് എന്റെയും ലക്ഷ്മണന്റെയും സീതയുടെയും ആരോഗ്യത്തെക്കുറിച്ച് അങ്ങ് പറയണം. ഞങ്ങളിതാ അമ്മയെ നമസ്കരിക്കുന്നു എന്നും അമ്മയോട് പറയണം. സീതായ മമചാര്യസ്യ വചനാൻ ലക്ഷ്മണസ്യ ച. ഇത് എന്റെ വാക്കായിട്ടും സീതയുടെ വാക്കായിട്ടും ലക്ഷ്മണന്റെ വാക്കായിട്ടും അല്ലയോ ശ്രേഷ്ഠ പ്രകൃതിയായിരിക്കുന്ന സുമന്ത്രരെ അങ്ങ് അറിയിച്ചാൽ. എന്ന് മാത്രമല്ല മഹാരാജാവിനോട് ഇതുകൂടി പറയുക, ബ്രൂയാശ്ചാപി മഹാരാജം. മഹാരാജാവിനോട് ഇങ്ങനെ പറയുക, എന്താ, ഭരതം ക്ഷിപ്രമാനയ. ഭരതൻ ഇപ്പോൾ കേകയത്താണല്ലോ. അവിടെ നിന്നിട്ട് വളരെ വേഗത്തിൽ ഭരതനെ വരുത്തണം. ദൂതന്മാരെ ഭരതനെ വരുത്താൻ വേണ്ടിയിട്ട് കേകയത്തേക്ക് അയച്ചിട്ട് എത്രയും വേഗം അയോധ്യയിൽ എത്തിച്ചേരാനായിട്ട് അറിയിക്കുക. അങ്ങനെ ഭരതൻ എത്തിച്ചേരുമ്പോഴോ ആഗതശ്ചാവി ഭരത സ്ഥാപ്യോ നൃപമതേ പദേ. ഭരതൻ അയോധ്യയിലേക്ക് മഹാരാജാവിന്റെ നിർദ്ദേശത്താൽ എത്തിച്ചേരുന്ന അവസരത്തില്
യുവരാജ്യ പദവിയിൽ ഭരതനെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് അങ്ങ് തന്നെ പട്ടാഭിഷേകം കഴിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചതായിട്ട് മഹാരാജാവിനോട് അല്ലയോ സുമന്ത്ര അങ്ങ് അറിയിക്കുക. ഭരതനെ സ്നേഹത്തോടുകൂടിയിട്ട് രാജാവ് കാണണം എന്നും ഞാൻ അഭ്യർത്ഥിച്ചതായി പറയണം. ഭരതഞ്ച പരിഷ്വജ്യ, ഭരതനെ ആലിംഗനം ചെയ്യണം മഹാരാജാവ്. എപ്പോഴാ ആലിംഗനം ചെയ്യാൻ സാധിക്കുക? സ്നേഹം ഹൃദയത്തിൽ ഉള്ളപ്പോൾ മാത്രമേ പറ്റൂ. ഉള്ളിൽ സ്നേഹമില്ലെങ്കിൽ ആലിംഗനം ചെയ്യാൻ പറ്റില്ല. അഥവാ ആലിംഗനം ചെയ്തതായിട്ട് നടിക്കാൻ കഴിഞ്ഞാൽ പോലും അത് നാട്യം മാത്രമാണ്. ആ ആലിംഗനം യഥാർത്ഥത്തില് ആലിംഗനമല്ല. സ്നേഹത്തോടു കൂടിയിട്ട് ഭരതനെ ആലിംഗനം ചെയ്യണം മഹാരാജാവ്. ഞാൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് അറിയിക്കുക. മഹാരാജാവിന്റെ മനസ്സിൽ ഭരതനോട് യാതൊരു അനിഷ്ടവും ഉണ്ടാവരുത് എന്നർത്ഥം. എന്നെ കാനനത്തിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ട് ഭരതനാണല്ലോ ഉപാധിയായി തീർന്നത് എന്ന വിചാരം, അത് തെറ്റായ വിചാരമാണ്. അത് മഹാരാജാവിന്റെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. അതുമൂലം ഭരതനോട് അദ്ദേഹം അനിഷ്ടം വെക്കരുത്. അങ്ങനെ ഭരതം ച പരിഷ്വജ്യ, ഭരതനെ സ്നേഹത്തോടു കൂടിയിട്ട് ആലിംഗനം ചെയ്തിട്ട് യുവരാജ്യയെ അഭിഷിച്ച, യുവരാജ പദവിയിലിരുത്തി അഭിഷേകം വിധിപ്രകാരം ചെയ്യിച്ച ശേഷം ആത്മസന്താപജം ദുഃഖം നത്വം അഭിഭവിഷ്യതി, അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ഞാൻ അഭ്യർത്ഥിച്ചതുപോലെ അങ്ങ് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലോ അങ്ങയുടെ ഹൃദയത്തില് ദുഃഖമുണ്ടാവില്ല. ഇപ്പോഴുള്ള ദുഃഖമെല്ലാം ദൂരീകൃതമായി തീരും. ഇപ്പോൾ ദുഃഖം അങ്ങയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ അങ്ങ് ഈ പ്രകാരത്തിൽ ഭരതനെ അഭിഷേകം കഴിച്ചു കഴിയുമ്പോൾ, ഭരതനിലെ സ്നേഹത്തെ മുഴുവൻ സമർപ്പിച്ചു കഴിയുമ്പോൾ ദുഃഖം ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകും. ഒരു ദുഃഖത്തിനും അങ്ങയെ കീഴ്പ്പെടുത്താനാവില്ല എന്നറിഞ്ഞുകൊള്ളണം. എന്നിട്ട് ഭരതനോട് പറയണം, ഭരതശ്ചാവി വക്തവ്യോ യഥാ രാജനി വർത്തസേ തഥാ മാതൃഷു വർത്തേഥ സർവാസ്വേവ അവിശേഷതഃ. അല്ലയോ സുമന്ത്രരെ, ഭരതനോട് അങ്ങ് നേരിട്ട് ഞാൻ പറഞ്ഞതായിട്ട് ഇങ്ങനെ പറയുക. ഏതു പ്രകാരത്തിൽ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയിട്ടാണ് ഭരതൻ മഹാരാജാവിനോട് പെരുമാറുന്നത്, അതേ പ്രകാരത്തില് എന്റെ അമ്മമാരോട് പെരുമാറണം. മാതൃഷു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബഹുജനത്തിലാ പറഞ്ഞിരിക്കുന്നത്. ബഹുജനം പറയണമെങ്കിൽ 3 അതിലേറെയോ വസ്തുക്കൾ ഉണ്ടാകണം. അപ്പോ 3 അമ്മമാരെയും ചേർത്തിട്ടാ പറഞ്ഞിരിക്കുന്നേ. അല്ലയോ ഭരത, നീ അമ്മമാരോട് വളരെയേറെ സ്നേഹത്തോടുകൂടി പെരുമാറണം. ഏത് പ്രകാരത്തിലുള്ള ബഹുമാന ആദരങ്ങളോടുകൂടിയാണോ രാജാവിനോട് പെരുമാറുന്ന അതേ പ്രകാരത്തില് ഒരു ഭേദചിന്തയും അവരിൽ നീ വെക്കരുത്. കൗസല്യയെയും കൈകേയിയെയും സുമിത്രയെയും ഒരേ പ്രകാരത്തിൽ നീ സ്നേഹിക്കണം. ഒരേ പ്രകാരത്തിൽ നീ അവരെ സംരക്ഷിക്കുകയും ആദരിക്കുകയും വേണം. യഥാച തവ കൈകേയി സുമിത്രാച അവിശേഷതഃ തഥൈവ ദേവി കൗസല്യ മമ മാതാ വിശേഷതഃ. ഏത് പ്രകാരത്തിലുള്ള സ്നേഹമാണോ നിനക്ക് കൈകേയിയെ കുറിച്ച് ഹൃദയത്തിൽ ഉണ്ടാവുക, അതേ പ്രകാരത്തിലുള്ള സ്നേഹത്തോടു കൂടിയിട്ട് അല്ലയോ ഭരത നീ സുമിത്രയോട് പെരുമാറണം. അതേപോലെ തന്നെ എന്റെ അമ്മയായിരിക്കുന്ന കൗസല്യയോടും നീ പെരുമാറണം. നീ അച്ഛൻ പറയുന്ന പ്രകാരത്തിൽ രാജ്യത്തെ ഭംഗിയായിട്ട് സംരക്ഷിക്കണം. എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്നെല്ലാം അച്ഛൻ വേണ്ടുന്ന പ്രകാരത്തില് പഠിപ്പിച്ചു തരും. താതസ്യ പ്രിയകാമേന യുവരാജ്യം അപേക്ഷത. യുവരാജാവായി സിംഹാസനത്തിൽ ഇരുന്ന് നാടിനെ നയിക്കേണ്ടത് എങ്ങനെയാണ്? അച്ഛൻ പറയുന്നതിനനുസരിച്ചാണ്. അച്ഛന്റെ മനസ്സിൽ ധർമ്മത്തെക്കുറിച്ചുള്ളതായ പൂർണ്ണ രൂപമുണ്ട്. അതുകൊണ്ട് നാട്ടില് ഓരോരോ കാര്യങ്ങൾ, ഓരോരോ സംഭവങ്ങൾ, ഓരോരോ സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ ധർമ്മത്തിന് ലോപം വരാതെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിനറിയാം. അത് അല്ലയോ ഭരത നിനക്കും അറിയുമെങ്കിലും അച്ഛന്റെ അഭിപ്രായം ചോദിച്ചിട്ട് അച്ഛൻ പറയുന്ന പ്രകാരത്തിൽ വേണം നീ നാടിനെ രക്ഷിക്കാൻ. അങ്ങനെയായാൽ ലോകയോരുഭയോ ശക്യം നിത്യത സുഖമേധിതും. അല്ലയോ ഭരതകുമാര, നിനക്ക് ഈ 2 ലോകങ്ങൾക്കും എന്നും
ശ്രേയസ്സിനെ ഉളവാക്കാനായി സാധിക്കും. ഭൂലോകത്തിനും അതേപോലെ തന്നെ ദേവലോകത്തിനും. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അവരുടെ ധാർമ്മിക കർമ്മങ്ങൾ കൊണ്ട് ദേവന്മാരെ ആരാധിക്കണം. അങ്ങനെ വരുമ്പോഴേക്കും അതിൻ്റെതായ പുഷ്ടി ദേവലോകത്തിനുണ്ടാകും. പൂജാദികളും തപസ്സും യജ്ഞവും ഹോമവും എല്ലാം ദേവതാരാധനമായിട്ടാണ് ചെയ്യുന്നത്. ദേവന്മാർക്ക് കൂടുതൽ കൂടുതൽ കരുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ കരുത്ത് നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് ലഭ്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ മനുഷ്യരും ഭംഗിയായിട്ട് ദേവന്മാരെ സ്വന്തം കർമ്മങ്ങളിലൂടെ ആരാധിക്കുമ്പോഴേക്കും, ദേവന്മാരെ പോഷിപ്പിക്കുമ്പോഴേക്കും അങ്ങനെ സന്തുഷ്ടരായി തീർന്ന, പുഷ്ട മാനസരായി തീർന്ന ദേവന്മാര് ഈ ലോകത്തെ മുഴുവൻ മാനവരാശിയെയും സകല ജീവരാശിയെയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളെയും എല്ലാം അവരുടെ സേവനാനുഗ്രഹങ്ങളാൽ സമ്പന്നമാക്കി തീർക്കും. അങ്ങനെ രണ്ട് ലോകത്തിനും, ഭൂലോകത്തിനും ഉപരിലോകത്തിനും ദേവലോകത്തിനും അത് അങ്ങേയറ്റം ശ്രേയസ്സിനെ ഉളവാക്കുന്നതായിട്ടുള്ള ഒരു ധാർമ്മികമായ വ്യവസ്ഥയെ സൃഷ്ടിക്കും. രണ്ട് ലോകത്തിനും സന്തോഷമുണ്ടാകും, ശ്രേയസ്സുണ്ടാകും. അതുകൊണ്ടല്ലയോ ഭരത, നീ അങ്ങനെ വേണം, അച്ഛൻ പറയുന്നതനുസരിച്ച് വേണം യൗവരാജ്യം വഹിക്കാൻ എന്ന് ഞാൻ പറഞ്ഞതായിട്ട് ഭരതനോടും അങ്ങ് പറഞ്ഞേക്കുക. ആ അവസരത്തില് ഇങ്ങനെയൊക്കെ അയോധ്യയിൽ ചെന്ന് പറയണം, പ്രവർത്തിക്കണം എന്നെല്ലാം നിർബന്ധപൂർവകമായിട്ട് ശ്രീരാമചന്ദ്രൻ സുമന്ത്രരോട് പറഞ്ഞപ്പോ സുമന്ത്രർക്ക് ദുഃഖം വീണ്ടും 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 വർദ്ധിച്ചു. അതിങ്ങനെ അണപൊട്ടി ഒഴുകുകയാണ് വാക്കുകളായിട്ട്. ഒരിക്കലും രാമനോട് താൻ ആ പ്രകാരത്തിൽ സംസാരിക്കാൻ പാടില്ല. രാമന്റെ മുന്നില് ആ പ്രകാരത്തിലുള്ളതായ തന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും പ്രകടിപ്പിക്കാൻ പാടില്ല. സുമന്ത്രർക്കറിയാം, ഇതുവരെ സുമന്ത്രരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തില് അനിയന്ത്രിതമായിട്ട് തന്റെ ഭാവങ്ങൾ അത് തന്നെ കീഴ്പ്പെടുത്തുന്നു. സുമന്ത്രർക്ക് മനസ്സിലായി. എങ്കിലും അത് പറയാതെ നിർവാഹമില്ല. അതുകൊണ്ട് തന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുമന്ത്രർ തുടങ്ങുന്നത്. യഥഹം നോപചാരേണ ബ്രൂയാം സ്നേഹാത് അവിക്ലവം. അല്ലയോ രാമ, വേണ്ടുന്ന പ്രകാരത്തിലുള്ളതായ രാജാവിനോടും രാജകുമാരനോടും പെരുമാറേണ്ടത് എങ്ങനെ, അല്ലെങ്കിൽ വേറൊരു മനുഷ്യജീവിയോട് പെരുമാറേണ്ടത് എങ്ങനെ എന്നതെല്ലാം നമുക്ക് നമ്മുടെ ആചാരങ്ങളിൽ ഉണ്ട്. അങ്ങനെയുള്ളതൊന്നും നോക്കാതെ, എന്തുകൊണ്ടെന്നാൽ ഞാനിപ്പോ അത്ര കണ്ട ദുഃഖഭാരത്താൽ പീഡിതനാണ്. ഞാൻ അങ്ങയോടുള്ള സ്നേഹത്താലും വശീകൃതനാണിപ്പോ. ഇങ്ങനെ ദുഃഖത്താലും സ്നേഹത്താലും ഞാൻ ആകെ അതിന് കീഴ്പ്പെട്ടു പോകുക കൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ പരുഷമായിരിക്കും, ഉപചാരങ്ങളൊന്നും ഉണ്ടാവില്ല. അത് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടാണ് എന്ന് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളണം. ഭക്തിമാനിധി തത് താവത് വാക്യന്തും ക്ഷന്തുമർഹസി.